ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ, യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. മക്കളെ, ജെറൂസലേമിൽ നിന്നും പെന്തക്കോസ്താ തിരുനാളിനോടനുബന്ധിച്ച് ജെറൂസലേം പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കുന്ന ആരാധനയിലാണ് സംബന്ധിക്കുന്നത്. ഇത് പെന്തക്കോസ്താ തിരുനാളിൻ്റെ തലേ ദിവസത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു സ്നേഹ ശൃംഖലയായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഈ ആരാധന സംബന്ധിക്കുന്നുണ്ട്. വചനമാകുന്ന യേശു അപ്പമായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് പറയുകയാണ്, കർത്താവ് നമ്മെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സ്നേഹം, നമ്മുടെ ത്യാഗം, നമ്മുടെ പരിഹാര പ്രവർത്തികൾ യേശു ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും രോഗികളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഞാൻ രോഗികളെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. കർത്താവിൻ്റെ വചനം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ജെറമ്യയുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരില്ലേ? സന്തോഷം നഷ്ടപ്പെട്ടു പോയവരില്ലേ? സമാധാനം നഷ്ടപ്പെട്ടു പോയവരില്ലേ? ഈശോ പറയുകയാണ്, എൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ നിന്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും. കരങ്ങൾ നമുക്ക് യാചനാരൂപത്തിൽ പിടിക്കാം. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം, അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം, അവിടുത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് സൗഖ്യം, അവിടുത്തെ കാണുമ്പോൾ സൗഖ്യം. ഇതാ യേശു നമ്മുടെ പക്കലേക്കാണല്ലോ കടന്നു വരുന്നത്. യേശുവെ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ, ഞങ്ങളെ കാണാതെ പോകരുതേ കർത്താവേ. വിവിധങ്ങളായ കസേരകളിലും ബെഞ്ചുകളിലും ബെഡിലും ഒക്കെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആരാധന സംബന്ധിക്കുന്ന സർവ്വ രോഗിയുടെ പക്കലേക്കും യേശുവേ നീ വരണമേ വരണമേ. Lord, I need you. Oh, I need you. Every hour I need you. My life defend my right to serve. Oh Lord, I need you. Lord, I need you. Oh, I need you. Every hour I need you. My life defend my righteousness. Oh God.
Lord, I need you. യേശുവേ, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പല വിധത്തിലുള്ള രോഗപീഠകളാൽ ഞെരിപിരി കൊള്ളുകയാണ്. കർത്താവേ, എല്ലാറ്റിനോടും എല്ലാവരോടും വെറുപ്പും ദേഷ്യവും ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അപകർഷതാബോധം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പിശാച് കെട്ടിവരിയുന്നു. കർത്താവേ, നിന്നെ ഒന്ന് സ്നേഹിക്കുവാൻ, ഒന്ന് സന്തോഷത്തോടെ നാമം വിളിക്കുവാൻ കർത്താവേ, നീ ഞങ്ങൾക്ക് കനിവ് തോന്നണമേ. ഞങ്ങളുടെ രോഗപീഠകളിലേക്ക് കടന്നു വരണമേ. മക്കളെ, ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്ന് വേദനിക്കുന്ന രോഗികളായ മക്കൾ യേശുവിലേക്ക് മാത്രം ഉറ്റുനോക്കുക. അവനിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ രോഗികളെയാണ് സുഖപ്പെടുത്തുന്നത്. നിന്റെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ പീഡകൾ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുന്നു, എന്നിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു. കരങ്ങൾ തുറന്ന് പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സദയം തൊടീണി സുഖമായിരും എൻ്റെ ഉള്ളം അരികിൽ വരീണി സദയം തൊടീണി സുഖമായിരും എൻ്റെ ഉള്ളം. കർത്താവേ, ഈ സമൂഹത്തിൽ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളെ കർത്താവ് കാണുന്നുണ്ട്. ട്യൂമർ രോഗികളെ കർത്താവ് കാണുന്നുണ്ട്. കിഡ്നി രോഗികളെ കർത്താവ് കാണുന്നുണ്ട്. അവൻ്റെ പക്കലേക്ക് ഇതായി യേശുവാണ് കടന്നു വരുന്നത്. നീ നോക്കുക, തിരുവോസ്തിയിൽ നിന്നും നിന്റെ ഹൃദയത്തിലേക്ക് രോഗബാധിതമായ ശരീര അവയവങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. ചില പാരമ്പര്യ രോഗങ്ങൾ എടുത്തു മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അസ്ഥി രോഗികളെ കർത്താവ് തൊടണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സ്പർശിക്കണമേ. നിരന്തരമായ രോഗപീഠകളാൽ കർത്താവെ, നിന്നെ സ്നേഹിക്കുവാനോ പള്ളിയിൽ പോകുവാനോ ഒന്ന് കരങ്ങൾ ഉയർത്താനോ സാധിക്കാതെ നിൽക്കുന്ന എല്ലാ മക്കളുടെ പക്കലേക്ക് ഇപ്പോൾ നീ കടന്നു വരണമേ. രണ്ട് കരങ്ങൾ ഉയർത്താം. കൈകളില്ലാത്തവർക്ക് പകരമായി കരങ്ങൾ ഉയർത്താം. സ്വരമില്ലാത്തവർക്ക് പകരം സ്വയം ഉയർത്തി സ്തുതിക്കാം. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാദാ, നിൻ സ്തുതി പാടുവാൻ നാദാ. എല്ലാവരും ചേർന്ന് ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാദാ, നിൻ സ്തുതി പാടുവാൻ. എല്ലാവരും ദിവ്യഗാനത്തിലേക്ക് കരങ്ങൾ നീട്ടി ഈശോയെ എന്ന് വിളിച്ചു. ഈശോ ഇതാ നിന്നെ നോക്കുന്ന സമയം. പത്രോസിനെ നോക്കി ഈശോ, രക്തസ്രാവക്കാരിയെ നോക്കി തൊട്ടത് ഈശോ. നീ വിളിച്ചു ഈശോയെ, ഈശോയെ എന്ന് വിളിച്ചോ, കണ്ണുനീരോടെ വിളിച്ചോ. ഇതാ ദിവ്യകാരന് വലിയൊരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകും. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാദാ, നിൻ സ്തുതി പാടുവാൻ നാദാ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്ഭുത സൗഖ്യം നീ കൊതിക്കുന്നുവെങ്കിൽ ശക്തമായ വിശ്വാസം, തീക്ഷ്ണമായ ആഗ്രഹം, വിശുദ്ധി നിറഞ്ഞ ഹൃദയം, നിരന്തരമായ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ.